ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവിക. ലവ്ലി ദേവികയുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരെല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ രേഷ്മയുടെ കല്യാണ വിശേഷമായിട്ടാണ്. അതേന്ന് രേഷ്മയ്ക്ക് കല്യാണമായി. ഒരു മരുമകനെ ആ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ കാത്തിരിക്കല്ലേ നമ്മളെല്ലാവരും. അപ്പോ ആ കല്യാണത്തിലേക്ക് എങ്ങനെയായിരിക്കും അവൾ ശുചിത്വമായി എത്തിയിട്ടുണ്ടാവുക എന്ന് അറിയണ്ടേ? നേരെ കഥയിലേക്ക് പോയാലോ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ വിശേഷങ്ങളൊക്കെ രേഷ്മ പറയുമ്പോൾ കൊതിയോടെ കാത്തിരിക്കും സുജിത്ത്. അന്ന് ഞാൻ നിന്റെ വീട്ടിൽ വരുമ്പോ അച്ഛനും അമ്മയൊക്കെ എന്ത് സ്നേഹത്തോടെയാണ് പെരുമാറിയത്. അമ്മ ഒരു പാവല്ലേ, ഒരു സാധു. അവൾ ഉള്ളിൽ ചിരിച്ചു. പിന്നെ സാധു, അമ്മയ്ക്ക് നിന്നെ കയ്യിൽ കിട്ടിയാൽ അപ്പം അറിയാം സാധുവാണോ അല്ലേ ഒന്ന്. എന്താ നീ ആലോചിക്കുന്നേ? ഒന്നുമില്ലടാ, നീ പറ, രേഷ്മ പറഞ്ഞു. സുജിത്ത് ഇങ്ങനെ തുടരുകയാ. അതിനിടയിലാണ് അവൾ തന്റെ ഫാമിലിയിൽ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുവെന്നും അമ്മയുടെ രണ്ടാം വിവാഹമാണ് ഇതെന്നൊക്കെ പറഞ്ഞത്. സുജിത്തിന് അതൊക്കെ ഒരു പുതിയ അറിവായിരുന്നു. എങ്കിലും അവൻ അതൊന്നും ഒരു വിഷയമേ അല്ല. ആഹാ, അതേതായാലും നന്നായി. ഒരുപാട് മോശം ചിന്താഗതിയൊക്കെ കൊണ്ടു നടക്കുന്ന സ്വാർത്ഥതയുള്ള കുട്ടികളുണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത്. നീ ഈ സമയം മാറി ചിന്തിച്ചു. അമ്മയ്ക്ക് നല്ല ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എതിർപ്പും പറയാതെ നിന്നില്ലേ. നിന്റെ ആ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, സുജിത്ത് പറഞ്ഞു. പതിയെ പതിയെ രണ്ടുപേരും ഇപ്പൊ വല്ലാതെ അടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നന്നായി തന്നെ മൂക്കുമ്പോ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ള ഈ പണിയിലും കൂടെ ആയപ്പോ പറയാനുണ്ടോ. അവൾക്കിപ്പോ സുജിത്തില്ലാതെ പറ്റില്ല. നേരെ മറിച്ച് അവനും ഇതൊക്കെ തന്നെ അവസ്ഥ. വീട്ടിൽ പറയണ്ടേ, നമുക്ക് കല്യാണം കഴിക്കണ്ടേ. സുജിത്തിനാണ് കേട്ടോ അല്പം തിടുക്കം. അവൻ നമ്മുടെ രേഷ്മയെ പറ്റി സ്വന്തം വീട്ടിൽ സംസാരിച്ചിരുന്നത്രേ. അവളുടെ ഫോട്ടോയും കാണിച്ചു. വീട്ടുകാർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നടത്തണമെന്നാണെങ്കിൽ അങ്ങനെ നോക്കാം എന്നാണ് അവന്റെ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. രേഷ്മയ്ക്ക് ഇതൊക്കെ കേട്ടപ്പോൾ ആദ്യം ഒരു നാണവും പെട്ടെന്ന് തന്നെ ഒരു ടെൻഷനും വന്നു. ഈശ്വര, അച്ഛന്റെ അമ്മയുടെയും കൂടെ ഒന്നിച്ചുള്ള ഈ കലാപരിപാടികളുടെ കാരണം ഇവനോട് എങ്ങനെ ഞാനൊന്ന് അവതരിപ്പിക്കും? ഇനി അതിനൊന്നും ഇവന് താല്പര്യമില്ലാതെ ഒരു മോശം ഫാമിലിയായി കണ്ട് എന്നെ വേണ്ടെന്ന് വെച്ചാലും മതി. ആകെ ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക് പെട്ട അവസ്ഥയായിപ്പോയി രേഷ്മയ്ക്ക്. താൻ എന്താടോ ആലോചിക്കുന്നേ? ഞാൻ വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുന്നതാ. തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, എനിക്ക് നല്ല തലവേദന, സുഖമില്ലാത്തതുപോലെ. അവൾ നുണ പറയുകയാണെന്ന് അവന് വേഗം മനസ്സിലായി. കള്ളത്തരമൊന്നും പറയണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, ഞാൻ ഒരു ബുദ്ധിമുട്ട് വിചാരിക്കില്ല. രേഷ്മയ്ക്ക് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. ഏതായാലും ഇന്ന് തന്നെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. അതിനല്പം വളഞ്ഞ വഴി തന്നെ ഉപയോഗിക്കാം. അവൻ ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ഫോട്ടോസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ അല്പം സീക്രട്ടാക്കി വെച്ചിരുന്ന അവളുടെയും അമ്മയുടെയും ഫോട്ടോസൊക്കെ എടുത്ത് ആ ഗാലറി ഓപ്പൺ ആക്കി കാണിക്കാൻ തുടങ്ങി നമ്മുടെ രേഷ്മ. ആഹാ, അമ്മയ്ക്ക് സാരി നന്നായി ചേരുന്നുണ്ടല്ലോ. അമ്മ എപ്പോഴും സാരിയാണ് ഉടുക്കാറ്. അവൾ ചിരിച്ചു. അമ്മയുടെ ഒപ്പം സാരി ഉടുത്തു നിൽക്കുന്ന ഞാനും ഉണ്ടല്ലോ. എന്താ, എന്നെ കണ്ടില്ലേ? സുജിത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെ ഞാൻ എപ്പോഴും കാണുന്നതല്ലേ, അതുപോലെയല്ലോ ഈ സുന്ദരി അമ്മയെ. ഇടയ്ക്കിടയ്ക്കല്ലേ കാണാൻ കിട്ടുള്ളൂ. അത് ശരി, അപ്പോൾ ഇനി ഇതിൽ തന്നെ പിടിച്ചു കയറാം. അവൾ മനസ്സിലോർത്തു. അമ്മ അത്രയ്ക്ക് സുന്ദരിയാണോ? പിന്നല്ലാതെ. നിന്നോട് ഞാൻ തുറന്നു പറയുന്നതിലൊന്നും വിചാരിക്കരുത് കേട്ടോ. അമ്മയോട് അസൂയയും തോന്നരുത്. നിന്നെക്കാളും സുന്ദരി നിന്റെ അമ്മ തന്നെയാ. ശരിയമ്മ, വല്ലാത്ത സുന്ദരി. അവൻ വീണ്ടും വീണ്ടും അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൾക്ക് അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണുത്തു എന്നുള്ളത് സത്യം. പക്ഷെ അതുകൊണ്ട് തന്നെയാണല്ലോ അവളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മാത്രം മതി. ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ അവൾ അല്പം കൂടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസൊക്കെ കാണിക്കാൻ തുടങ്ങി. പലതിലും അമ്മയുടെ സാരിയൊക്കെ മാറി വല്ലയിടത്തുമാണ്. എല്ലാം തന്നെ പുറത്ത് കാണുന്നുണ്ട്. അവിടെയും ഇവിടെയും ഒക്കെയായി തിരിഞ്ഞും മറിഞ്ഞു നിൽക്കുന്ന ഫോട്ടോസ്. അമ്മ അറിയാതെ തന്നെ എടുത്തതും അമ്മ അറിഞ്ഞുകൊണ്ടെടുത്തതും ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു. ഇതെന്താ ഇത്തരം ഫോട്ടോസൊക്കെ? ഇതൊക്കെ എടുത്ത് നീ ഫോണിൽ വെച്ചിരിക്കുകയാണോ? അമ്മയ്ക്ക് ഇതൊക്കെ അറിയാമോ? പിന്നെ അമ്മയ്ക്കറിയാലോ. ദാ
ഇതൊക്കെ അമ്മ തന്നെ എനിക്ക് പോസ്റ്റ് ചെയ്തു തന്നതാ. സാരിയുടെ ആ മുൻഭാഗം എടുത്ത് കയ്യിൽ പിടിച്ച് അമ്മ അർദ്ധനഗ്നയായി നിൽക്കുന്ന ആ ഫോട്ടോ കണ്ടപ്പോഴേക്കും അവനൊന്ന് കിടുങ്ങിപ്പോയി. ഈശ്വര, എന്തൊക്കെയായി കാണുന്നേ? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്തന്നേ? ആർക്കെങ്കിലും അയച്ചു കൊടുക്കാനാണോ? അവന് സംശയമായി. ഏയ്, അതെനിക്ക് കാണാനാ. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ഫോട്ടോയൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തരും. അവൾ ചിരിച്ചു. അത് ശരി, അതെന്താ? എന്തോ കാര്യമുണ്ടല്ലോ. നീയോ അമ്മയും മറ്റതാണോ? അവൻ ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചു. അവളൊന്ന് ഞെട്ടിപ്പോയി. ഈശ്വര, ഇവൻ ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ കണ്ടുപിടിച്ചോ എന്നുള്ള മട്ടിൽ. എന്ത് പറ്റിയടോ? എന്തു പറ്റി? അവൻ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴാ രേഷ്മ ചിന്തയിൽ നിന്നുണർന്നത്. അധികം വൈകിക്കാതെ അവൾക്ക് ചെറിയ ചെറിയ സൂചനകൾ കൊടുത്തു തുടങ്ങി. അമ്മയും ഞാനും മാത്രമല്ലേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ആദ്യം അമ്മയും ഞാനും മറ്റു 2 മുറികളിലാണ് കിടന്നിരുന്നതെങ്കിലും പിന്നീട് ഒന്നിച്ച് കിടക്കാൻ തുടങ്ങി. ആ വലിയ വീട്ടിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് തന്നെ കിടക്കുന്നില്ലെങ്കിൽ പരസ്പരം എന്ത് പേടിയായിരിക്കുമെന്നറിയാമോ? അമ്മയില്ലെങ്കിൽ ഞാൻ ഉറങ്ങുകയില്ലായിരുന്നു. അങ്ങനെയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. എല്ലാത്തിൻ്റെയുമോ? എന്തിന്റെ തുടക്കം? അവിടെ അടങ്ങിയിരിക്കെ, ഞാൻ പറയട്ടെ. തോക്കിൽ കയറി വെടിവെക്കാതെ അവനെ പിടിച്ചിരുത്തി അവൾ കഥകൾ പറഞ്ഞു തുടങ്ങി. അതിനിടയിൽ അമ്മയും ഞാനും തമ്മിൽ ഇങ്ങനെ എന്തൊക്കെയോ ഒരു സ്പാർക്ക് കിട്ടി. ചില സമയങ്ങളിൽ അമ്മയെ വല്ലാതെ എന്തൊക്കെയോ വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നു. അക്കാര്യം എനിക്ക് മനസ്സിലായി. അമ്മയുടെ ആ പ്രായം. വിവാഹം കഴിക്കാതെ അമ്മ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചില്ലേ? ചുരുക്കി പറഞ്ഞാൽ എന്റെ അന്നേരത്തെ അറിവ് വെച്ച് അമ്മയെ സന്തോഷിപ്പിക്കാൻ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതിനിടയിൽ തിരിച്ച് അമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നീട് ഞങ്ങൾക്ക് ഇതൊക്കെ സ്ഥിരമായി. അവളുടെ കഥ പറച്ചിൽ കേട്ട് അന്തിച്ചു നിൽക്കുകയായിരുന്നു. അവിടെ നമ്മുടെ സുജിത്ത്. ഇതൊക്കെ നീ ഉള്ളതാണോ പറയുന്നേ? എനിക്ക് വിശ്വാസം വരുന്നില്ല. അവൾ ചിരിച്ചു. ഇത് നീ വിശ്വസിച്ചേ മതിയാവൂ. ഇനി വിശ്വാസം വരുന്നില്ലെന്നാണെങ്കിൽ ഇനി വീട്ടിൽ വരുമ്പോൾ എന്റെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്ക്. അപ്പോ അറിയാലോ. ഒന്ന് പോയേ. അമ്മയോട് പോയി ഞാൻ ഇതൊക്കെ എങ്ങനെയാ ചോദിക്കുക? എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? അവൾ വീണ്ടും ചിരിച്ചു. എന്ത് വിചാരിക്കാൻ? ഒന്നും വിചാരിക്കില്ല. ഇതൊക്കെ മനുഷ്യന്മാരുടെ ബേസിക് ആവശ്യങ്ങളാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അച്ഛനും അറിയാം. അതുകൊണ്ട് ഇതിനെപ്പറ്റി ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല കേട്ടോ. അവന് വല്ലാത്തൊരു അസ്വസ്ഥത. ഇവളിത് എന്തൊക്കെയാ പറഞ്ഞു വരുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ല. അതിനിടയിൽ ഇവർ വിവാഹത്തെ പറ്റിയൊക്കെ സംസാരിച്ചു. ഉടനെ തന്നെ കല്യാണം നടത്തണമെന്നുള്ള 2 പേരുടെയും ഒരേ തീരുമാനം വീട്ടിൽ അവതരിപ്പിച്ച് കാര്യങ്ങൾ നീക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടെയാ അന്നേരം വീട്ടിൽ വന്ന് നമ്മുടെ രേഷ്മ അമ്മയോട് കാര്യങ്ങൾ പറയുന്നേ. അച്ഛനും അമ്മയും കൂടെ ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു സുജിത്ത്. അപ്പോ അവരായിട്ട് അവൻ വരുമ്പോൾ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടത്തണം. അതിനുശേഷം കല്യാണം. അവളിങ്ങനെ നാണിച്ചോരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അച്ഛനും അമ്മയ്ക്കും എന്നാൽ സന്തോഷം മറ്റൊരു കാര്യത്തിലാണ്. ഒരു മോനെ കൂടെ വീട്ടിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആഹാ, ഞങ്ങളുടെ 4 പേരുടെ ഒന്നിച്ചുള്ള ഗുസ്തി അടിപൊളിയായിരിക്കും. അവൻ എനിക്കൊരു വെല്ലുവിളി ആവുമോ? അത് മാത്രമാണ് അച്ഛനുള്ള സംശയം. അവൾ ഉറക്കെ ചിരിച്ചു. അതെ, മരുമോന്റെ അടുത്ത് ഞാൻ ചില സൂചനകളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അല്പം കൂടെ വ്യക്തമായി ഇനി പറയണം. അതിനുവേണ്ടി അവനെ ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാലോ? ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്തിനാ? അത് അമ്മയാണ് പറഞ്ഞത്. അതോ? അത് അവന് ഞാൻ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരാം. അമ്മയ്ക്കാവുന്ന രീതിയിലൊക്കെ. അമ്മ അവനെ ഒന്ന് ഇളക്കാനും വളക്കാനൊക്കെ നോക്ക്. അവന്റെ മനസ്സൊന്ന് പതറി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ബാക്കി കാര്യങ്ങൾ അമ്മയ്ക്ക് അവനോട് പറഞ്ഞു കൊടുക്കാലോ. പിന്നെ അതിനുശേഷമുള്ളത് കല്യാണത്തിന് ശേഷം അറിഞ്ഞാൽ മതി. എന്താ നിങ്ങളുടെ അഭിപ്രായം? അച്ഛനും അമ്മയ്ക്കും അവളുടെ ആ ഐഡിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ദിവസം ആ പ്ലാനിൽ തന്നെ അവൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു നമ്മുടെ സുജിത്തിനെ. സന്തോഷത്തോടെ വീട്ടിലേക്ക് അവൻ വരുന്നത് എന്തായാലും അവൾ വിളിക്കുമ്പോ ഇവർക്ക് 2 പേർക്കും കുറച്ച് പ്രൈവറ്റായ മൊമെന്റ്സ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ അമ്മയും മോളെയും ഒന്നിച്ച് കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടി. ഇതിനാണോ നീ എന്നോട് വരാൻ പറഞ്ഞ്? ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടെന്നറിയോ? ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അവൻ അവളോട് പറഞ്ഞു. അവൾ ചിരിച്ചു. സാരമില്ലെന്നേ, നിനക്ക് ചില സംശയങ്ങളൊക്കെ ഇല്ലേ? വേണമെങ്കിൽ അമ്മയോട് ചോദിച്ചോ. എന്റെ അമ്മ നല്ല ഓപ്പൺ മൈൻഡാ. അവൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മ അടുത്തേക്ക് വരുമ്പോൾ അമ്മയുടെ തോളത്ത് കൈമിട്ടുകൊണ്ടാണ് അവൾ നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവൾ നന്നായി പരുതുന്നുണ്ട്. അമ്മയുടെ മറ്റു പല ഭാഗങ്ങളിലൊക്കെയായി
ഒരസ്വസ്ഥതയുമില്ലാതെ അതൊക്കെ ചിരിച്ച് ആസ്വദിച്ചു നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ അവനേതാണ്ട് അവൾ പറയുന്നതിൽ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. കുറച്ചു സമയം നീ ഇവിടെ വെയിറ്റ് ചെയ്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കൗതുകത്തോടെ അവിടെ കാത്തിരുന്ന് സുജിത്ത് അല്പം കഴിഞ്ഞ് അടുത്ത മുറിയിൽ ഒച്ച കേൾക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തി നോക്കി. അവിടെ അതാ ചുംബനബദ്ധരായി നിൽക്കുന്ന അമ്മയും മോളെയും കണ്ടപ്പോൾ അവനേതാണ്ട് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. പിന്നീട് അവളെ തനിച്ചു കിട്ടിയപ്പോൾ ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അമ്മ ഈ കണക്കിന് മുഴുവൻ നീയായിരിക്കുമല്ലോ തിന്നുന്നേ. നിന്റെ കൊതി വെച്ച് നോക്കുമ്പോ അങ്ങനെ ഉണ്ടാവാനാ സാധ്യത. അവൾക്ക് അവന് കാര്യങ്ങൾക്ക് വലിയ എതിർപ്പൊന്നുമില്ലാന്ന് ആ സംസാരത്തിൽ നിന്ന് പിടികിട്ടി. അങ്ങനെയാണെങ്കിൽ നീയും കൂടെ കുടിക്കോ? വേറെ വിരോധമൊന്നുമില്ലെങ്കിൽ അമ്മയെ തിന്നാൻ എനിക്കൊരു കൂട്ടാവുമല്ലോ. നമുക്ക് രണ്ടാൾക്കും കൂടെ ഒന്നിച്ച് തിന്നാന്നേ. എന്തൊക്കെയായി പറയുന്നേ എന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? സുജിത്ത് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആദ്യം പറഞ്ഞു. അതെ, നീ കിടന്നുള്ളൊന്നും വേണ്ട. എന്റെ അമ്മയെ നീ അവിടെ ഇരുന്ന് നോക്കുന്ന നോട്ടം ഞാൻ കണ്ടിരുന്നു. ഇഷ്ടപ്പെട്ടോ? അവൻ മുഖം കുനിച്ചു. ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് നിന്റെ അമ്മ അത്ര മോശമൊന്നുമല്ലല്ലോ, സുന്ദരിയല്ലേ? അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവൾ പതിയെ അവന്റെ ദേഹത്തേക്ക് ചാഞ്ഞിരുന്നു. വിരലുകൾ പതിയെ പതിയെ ദേഹത്ത് പരുതി അവനെ ഒന്ന് ഉണർത്താൻ തുടങ്ങി. എങ്കിൽ നീ ഒന്ന് ഓർത്തു നോക്ക്, ആ സുന്ദരി അമ്മയെ കിട്ടിയാൽ എങ്ങനെയുണ്ടാവും അല്ലേ? ഒരു വെടിക്ക് രണ്ട് പക്ഷി പോലെ. മോളെ കല്യാണം കഴിക്കുന്നു, അതിനൊപ്പം അമ്മ ഫ്രീ. എങ്ങനെയുണ്ടാവും? അപ്പോഴേക്കും അവൻ നല്ല ഉഷാറായിരുന്നു. ആളനക്കം താഴെ ഉണ്ടാവുന്നത് അവൻ അറിഞ്ഞു. അത് മനസ്സിലാക്കി അവൾ നന്നായി അവനെ പ്രോത്സാഹിപ്പിച്ചു. അവളുടെ കൈയുടെ ചലനം കൂടിയായപ്പോൾ പറയാനുണ്ടോ, അവൻ ഫുൾ ഓൺ. അപ്പോഴേക്കും അമ്മയെ പറ്റിയുള്ള ചിന്ത അങ്ങ് കുറിക്ക് തന്നെ കൊണ്ടു. അവൻ അല്പനേരത്തേക്ക് തടുത്തിരിക്കുന്ന സ്വന്തം കാമുകിയെ മറന്ന് അവളുടെ അമ്മ ശാരിയെ പറ്റി ചിന്തിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ നിന്റെ അമ്മയൊരു ദേവത തന്നെയാ. ഈ പ്രായത്തിലും എന്തൊരു ഫിഗറാണ്. അമ്മ നന്നായി ബോഡി നോക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിന്റെ അച്ഛന്റെ ഭാഗ്യമാണ്. അവൾ ചിരിച്ചു. അച്ഛന് ഭാഗ്യം അല്പം കൂടുതലാ. എന്താന്നോ, നിനക്ക് അമ്മായി അമ്മയെ കിട്ടുന്ന പോലെ അച്ഛനൊരു മോളെയും കിട്ടി. എങ്ങനെയുണ്ട്? ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾ പറഞ്ഞതിന്റെ മീനിങ് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവന് പിടികിട്ടി. അത്ഭുതപ്പെട്ട് അവൻ അവളെ നോക്കി. നിങ്ങളപ്പോൾ 3 പേരും ഇങ്ങനെയൊക്കെയാണോ? താൻ ഉദ്ദേശിച്ചത് ഇനി വേറെ വല്ലതുമാണോന്നറിയാൻ അവൻ ഉറപ്പിന് ചോദിച്ചു. അതേന്നേ, അങ്ങനെ തന്നെയാണ്. രണ്ടാനച്ഛനാ എന്നെ ഇതിന്റെ ബാലപാഠങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നെ. എന്തൊക്കെ പറഞ്ഞാലും നീ ഇതൊക്കെ എവിടുന്നാ പഠിച്ചേ? നിന്നെ പഠിപ്പിച്ച ടീച്ചർ ഏതായാലും സൂപ്പർ ആയിരിക്കും എന്ന് നീ നമ്മൾ ആദ്യമായി ഒന്നിച്ച് റൂം എടുക്കുമ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആ രണ്ടാനച്ഛൻ ആണ് എന്റെ ഗുരു. അത് പറയുമ്പോഴേക്കും അത്ഭുതപ്പെട്ട് വായ പൊളിച്ച് നിന്നുപോയിരുന്നു നമ്മുടെ സുജിത്ത്. അവനാണെങ്കിൽ കഴിച്ചിട്ടങ്ങ് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. അമ്മയെ കൂടെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവന് ഫുൾ ഓണായി. എന്നാൽ ഇവളും അച്ഛനും തമ്മിൽ അത്ര രസകരമല്ലാത്ത ബന്ധമാണെന്ന് ഓർത്തപ്പോൾ അവന് അങ്ങനെയും ഒരു ബുദ്ധിമുട്ട്. നീ ഒന്നും വിചാരിക്കണ്ട, ഇതാണ് എന്റെ വീട്ടിലെ അവസ്ഥ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നോടിത് മറച്ചു വെച്ചതിൽ. പക്ഷെ നമ്മൾ അത്രയും സീരിയസ് ആയി വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ഇതൊക്കെ പറയേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എന്റെ കുടുംബത്തിലെ ഈ രഹസ്യങ്ങളൊക്കെ നിന്നോട് പറയാൻ പറ്റില്ലല്ലോ. ആലോചിച്ചിട്ട് നീ തീരുമാനമെടുത്താൽ മതി. ഏതായാലും എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെയുള്ള ജീവിതമാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അതിനിടയിൽ നിനക്കും എന്തായാലും ഒരു സ്പേസ് ഉണ്ടാവും. ഇനി ഈ പേരിൽ സുജിത്തിന് എന്നെ വേണ്ട എന്നാണെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. അവളത് പറയുമ്പോഴേക്കും അവന്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കിയിരുന്നു. എനിക്ക് 100 വട്ടം സമ്മത. നിന്നെയും നിന്റെ അച്ഛനെ അമ്മയെ സ്നേഹിച്ച് ഈ ഫാമിലിയിലേക്ക് വരാൻ എനിക്ക് ഒരു എതിർപ്പുമില്ല. അത്രയും മതിയായിരുന്നു അവൾക്ക്. മനസ്സ് നിറഞ്ഞു രണ്ടാൾക്കും. ഇതൊക്കെ കേട്ട് അമ്മയ്ക്ക് സന്തോഷമായി. ഇവരുടെ അടുത്ത മുറിയിൽ തന്നെ തന്റെ മരുമോന്റെ സംസാരം എങ്ങനെയായിരിക്കുമെന്നറിയാൻ വല്ലാത്ത ക്യൂരിയോസിറ്റിയിലായിരുന്നു ആ അമ്മായി അമ്മ ശാരിയും ഉണ്ടായിരുന്നത്. പുറത്തേക്ക് അവൻ ഇറങ്ങുമ്പോൾ അടിമുടി അവളെ ഒന്ന് നോക്കി. സുന്ദരി തന്നെ, മോളുടെ ഒപ്പം അമ്മയും. എന്റെ ഒരു യോഗം. അവൻ അത്രയും മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് പോയി വരട്ടെ അമ്മേ, അടുത്ത ആഴ്ച അച്ഛനും അമ്മയുമായി ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നേ. ശാരിയും മരുമോനെ ഒന്ന് അടിമുടി നോക്കി. ചുരുക്കി പറഞ്ഞാൽ അമ്മയുടെ ആ നോട്ടത്തിന്റെ പവർ അവന് താങ്ങാൻ പറ്റുന്നില്ല. ചൂളി പോകുന്നത് പോലെ. ബൈ പറഞ്ഞ് അവിടെ നിന്ന് വേഗം ഇറങ്ങി ബൈക്കുമായി അവൻ പോയി. അമ്മയും മോളും
അന്നത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അവസാനം സുജിത്തിന്റെ പേര് പറഞ്ഞ് ഒന്നൊന്നര കലാപരിപാടികളും പാസാക്കി. അന്ന് വൈകിട്ട് അച്ഛൻ വരുമ്പോൾ സന്തോഷത്തോടെയായിരുന്നു ഈ വാർത്തകളൊക്കെ അവർ പങ്കുവെച്ചത്. ഏതായാലും വിവാഹം നടക്കട്ടെ എന്നുള്ള കാര്യം തന്നെയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. അതിനിടയിൽ സുജിത്തിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ നമ്മുടെ രേഷ്മയെ പെണ്ണ് കാണാൻ വന്നിരുന്നു കേട്ടോ. അതിനുശേഷം നല്ല ആർഭാടമായി തന്നെ അടിപൊളി വിവാഹവും നടന്നു. അമ്മയുടെ കല്യാണം വളരെ ചുരുക്കി നടത്തിയത് കൊണ്ടാവും ഈ രേഷ്മയുടെ കല്യാണം അത്യാവശ്യം ആർഭാടത്തിൽ തന്നെ നടത്താനുള്ള ആഗ്രഹമായിരുന്നു ഷാരിക്ക്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അമ്മയുടെ വിവാഹത്തിന്റെ അന്ന് മോൾ കൊടുത്ത സമ്മാനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏതാണ്ട് അതുപോലെ വിവാഹ വസ്ത്രം ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന നമ്മുടെ രേഷ്മയെയും ഷാരി അതുപോലെ ഒന്ന് ട്രാപ്പിലാക്കി. എല്ലാവരുടെ അടുത്തും ഒന്ന് പുറത്തിറങ്ങാമോ, ഞങ്ങൾ അമ്മയ്ക്കും മോൾക്കും ഒന്ന് സ്വകാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിദഗ്ധമായി തന്നെ ഷാരി ബന്ധുക്കളെയും ബ്യൂട്ടീഷ്യനെയും ഒക്കെ പുറത്താക്കി. കഥ കടച്ച് അവൾ നേരത്തെ തന്റെ വിവാഹത്തിന് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ മോളുടെ സാരിയുടെ ആ താഴയിലേക്ക് അങ്ങോട്ട് കയറി. വേണ്ട അമ്മയെന്ന് പറഞ്ഞ് ആകെ നിലവിളിക്കാൻ മാത്രമേ നമ്മുടെ രേഷ്മ മോൾക്ക് കഴിഞ്ഞുള്ളൂ. ഷാരി ആവട്ടെ, നീ അന്ന് ഞാൻ അനുഭവിച്ച ടെൻഷനും ത്രില്ലും ഒക്കെ എന്നറിയ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഒരു പൊടി പോലും ബാക്കി വെക്കാതെ അങ്ങ് തിന്നാൻ തുടങ്ങിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അമ്മയുടെ നാവിന്റെ മൂർച്ച ഇത്രയും നാളില് തനിക്ക് ഇത്രയും കൂടുതലുള്ളതായി തോന്നിയിട്ടില്ലായിരുന്നു. ആ കല്യാണ മണ്ഡപത്തിൽ കയറാൻ നിൽക്കുന്നതിന്റെ വസ്ത്രം ഇട്ടത് കൊണ്ടാവും ചിലപ്പോൾ ഈ സന്ദർഭത്തിന് ഇത്രയും ത്രില്ലും അമ്മയുടെ നാവിന് ഇത്ര മൂർച്ചയും തോന്നുന്നത് അവൾ ഓർത്തു. അതിനിടയിൽ അമ്മ എന്താ ചെയ്തെന്നറിയാമോ? ആ ഒരു മെഷീൻ ഉണ്ടല്ലോ, അതും കൂടെ എടുത്തു കൊണ്ടുവന്ന് സംഭവം അല്പം കളറാക്കി. ചുരുക്കി പറഞ്ഞാൽ കൂകിവിളിയും നിലവിളിയും കൊണ്ട് അവൾ മുറിയിൽ ഒച്ച വെച്ചില്ല എന്നേ ഉള്ളൂ. അവളുടെ വായ പൊത്തിപ്പിടിച്ച് അവൾ നല്ല ഒന്നാം തരമായി തന്നെ സ്വർഗം കാണിച്ചാണ് അമ്മ മണ്ഡപത്തിലേക്ക് കയറ്റിവിട്ടത്. മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവളുടെ കിതപ്പങ്ങ് മാറിയിരുന്നില്ല. രേഷ്മയുടെ ശാരി ഒളികണ്ണിട്ട് നോക്കി നന്നായി ഒന്ന് ചിരിച്ചു. ഞാനേ നിന്റെ അമ്മയാ, അമ്മയോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. അത് പറയുമ്പോഴേക്കും നാണം കൊണ്ട് വീണ്ടും കൂമ്പിപ്പോയിരുന്നു രേഷ്മ. മണ്ഡപത്തിൽ കയറി കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് ഫസ്റ്റ് നൈറ്റിനുള്ള വെയിറ്റിംഗിലാണ് കേട്ടോ നമ്മുടെ രേഷ്മ. അതിനിടയിൽ അച്ഛനെയും അമ്മയും വിട്ട് ഇവിടെ സുജിത്തിന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നതിൽ അവൾക്കല്പം സങ്കടവുമുണ്ട്. സുജിത്തിനോട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നും അവിടെ പോയി ഒരാഴ്ച നിൽക്കണമെന്നൊക്കെയുള്ള പ്ലാനിങ്ങിലാണ് ഷാരി. അതിനിടയിൽ തങ്ങളുടെ ആദ്യരാത്രിയിലേക്ക് കടക്കുന്നതിന്റെ ചെറിയ നാണവും അവൾക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും തൊടാനും അറിയാനും ഒന്നും ബാക്കിയില്ല. പിന്നെ ഈ ചടങ്ങിന്റെ പേരിൽ എന്തായാലും അത് കേൾക്കുമ്പോൾ ആർക്കായാലും നാണം വരുമല്ലോ. അത് തന്നെയായിരുന്നു നമ്മുടെ രേഷ്മയുടെയും അവസ്ഥ. പക്ഷേ എന്നത്തെയും പോലെയുമല്ല. ശരിക്കും പറഞ്ഞാൽ ഈ മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, സെറ്റ് സാരിയും ഉടുത്ത് അല്പം ആഭരണങ്ങളും ധരിച്ച് തലയിൽ മുല്ലപ്പൂവും ചൂടി ഒരു ഗ്ലാസ് പാലുമായി നിൽക്കുന്ന തന്റെ നവവധു. അവളെ ആ ലുക്കിൽ കണ്ടപ്പോൾ സകല കൺട്രോളും പോയിരുന്നു നമ്മുടെ സുജിത്തിന്. ഏതാണ്ട് അവൾക്കും അങ്ങനെ തന്നെയായിരുന്നു. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെച്ചു. അതിനിടയിൽ അവൻ കൗതുകം കാണിച്ചു. എന്താണെന്നല്ലേ, ഒരു ചോക്ലേറ്റ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോക്ലേറ്റ് തേക്കാനും അത് തിന്നു തീർക്കുവാനുമുള്ള മത്സരമായിരുന്നു രണ്ടുപേർക്കും. ഒരു പുതിയ വെറൈറ്റി പരീക്ഷണം തന്നെ. അവൻ പറഞ്ഞു, ആദ്യ രാത്രിയിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ത്രില്ലിംഗ് ആയിട്ടുള്ളത് നല്ലതല്ലേ. അപ്പോഴേക്കും നമ്മുടെ രേഷ്മയുടെ ചിന്ത മറ്റൊന്നായിരുന്നു. അച്ഛനും അമ്മയ്ക്കും കൂടെ ഇതൊക്കെ തേച്ചു കൊടുത്തൊന്ന് ട്രൈ ചെയ്താലോ. അത് കേട്ടപ്പോൾ സുജിത്ത് ഒന്ന് ചിരിച്ചു. കള്ളി, അവിടെ നിന്ന് പോന്നിട്ടും നിന്റെ മനസ്സ് മുഴുവൻ ഇപ്പോഴും അച്ഛന്റെ അമ്മയുടെയും ആ കട്ടിലിൽ തന്നെയല്ലേ? അവളൊന്ന് കുറുകി. പിന്നെ അല്ലാതെ എന്തൊക്കെ പറഞ്ഞാലും വിവാഹം കഴിഞ്ഞാലും ആ കിട്ടിക്കൊണ്ടിരുന്ന സുഖം അത് വേറെ തന്നെ അല്ലടാ. നിന്നെ ഞാനൊരിക്കൽ ആ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം. അപ്പോൾ നിനക്ക് മനസ്സിലാവും അതുവരെ ഇതൊക്കെ ഒരു ഫാന്റസി മാത്രമായിരിക്കും. രേഷ്മ പറഞ്ഞത് കേട്ടപ്പോൾ ശരിയാവുമെന്ന് അവനും വിചാരിച്ചു. അല്ലെങ്കിലും രണ്ട് സ്ത്രീകളുടെ നടുക്ക് കിടക്കുന്ന ഒരു പുരുഷനും രണ്ട് പുരുഷന്മാരുടെ ഇടയിലുള്ള ഒരു സ്ത്രീയും, അതൊരു വല്ലാത്ത ഫീലല്ലേ. അത് അനുഭവിച്ച് തന്നെ അറിയണം. അതുകൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സ്വാതന്ത്ര്യവുമുള്ള 4 പേർ കൂടി ആകുമ്പോൾ തികച്ചും വല്ലാത്തൊരു അനുഭവം തന്നെ ആയിരിക്കും.
ഇപ്പോൾ നമ്മുടെ രേഷ്മയുടെ ഒപ്പം സുജിത്തും കാത്തിരിക്കുക ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ. അതിനിടയിൽ അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നീ തന്നെ ട്യൂൺ ചെയ്തെടുക്കണമെന്നും അതിനിടയിൽ പറ്റുവാണെന്നുണ്ടെങ്കിൽ കുത്സവമൊക്കെ ഒപ്പിക്കാൻ നോക്കെന്നും പറഞ്ഞ് അവൾ അവനെ ഉപദേശിക്കാനും മറന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അവരുടെ പരിപാടികൾക്കിടയിൽ അവൻ അമ്മയുടെ പേരും പറഞ്ഞ് രേഷ്മയെ വിളിക്കാറുണ്ട്. അവന് അമ്മയോട് നല്ല രീതിയിൽ തന്നെ വികാരം കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച് അതിനൊക്കെ ഒരു മടിയുമില്ലാതെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും നോക്കാറുണ്ട് നമ്മുടെ രേഷ്മ. അപ്പോ ഇനി അമ്മയും മോനും തമ്മിലുള്ള കലാപരിപാടികളുടെ തുടക്കം എങ്ങനെയായിരിക്കുമല്ലേ? അതിനിടയിൽ നമ്മുടെ രണ്ടാനച്ഛന് രേഷ്മ മോളെ തിരിച്ചും കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ 4 പേരും കൂടെ മാർച്ച് ചെയ്യുന്നതും ഒന്നിച്ച് ചെയ്തതുമൊക്കെ എങ്ങനെയുണ്ടാവും? കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഈ സ്റ്റോറിയുടെ ബാക്കി പാർട്സ് ഒക്കെ എന്തായാലും നിങ്ങൾ ആദ്യം തന്നെ കേൾക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ പാർട്ടിന്റെ ഫുൾ ത്രില്ലും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം ഇതിന്റെ കണ്ടിന്യൂഷനായി ഞാൻ വീണ്ടും വരാം. ബൈ ബൈ ഡിയേഴ്സ്.